കേരളത്തിൽ കാർഷിക മേഖലയിൽ 2390 കോടിയുടെ ലോകബാങ്ക് പദ്ധതിക്ക് ഈ വർഷം തുടക്കം കുറിക്കുമെന്ന് മന്ത്രി പി പ്രസാദ്. മൂളിയാറിൽ കേരള പ്ലാന്റേഷൻ കോർപ്പറേഷൻ കാസർഗോഡ് കാഷ്യൂ എസ്റ്റേറ്റിൽ നിർമ്മിച്ച കശുമാങ്ങ പഴച്ചാർ സംസ്കരണ ഫാക്ടറി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 1680 കോടി രൂപ ലോകബാങ്ക് വിഹിതമായി ലഭിക്കും. പ്രാഥമിക, ദ്വിതീയ കാർഷിക വളർച്ചയ്ക്കും കാർഷിക വാണിജ്യ മേഖലയെ ശക്തിപ്പെടുത്താനും ഈ തുക വിനിയോഗിക്കും. കാർഷിക മേഖലയിൽ കാലാനുസൃതമായ മാറ്റം അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. ഗുണമേന്മയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിച്ചാൽ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. തീരുമാനം അഭിപ്രായം നല്ലവണ്ണം അവർക്ക് പറയാൻ പറ്റും. ആ അഭിപ്രായം നമുക്ക് സ്വീകരിക്കാൻ വേണ്ട അഭിപ്രായം നമുക്ക് സ്വീകരിക്കാം. അപ്പോൾ ഒരു ശാസ്ത്ര സമൂഹത്തിന്റെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്തി ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ കാർഷിക മേഖലയെ സഹായിക്കാൻ ഉപകരിക്കുന്ന തരത്തിലാണ് നിരവധിയായ കോർപ്പറേഷനുകൾ കേരളത്തിൽ ഉണ്ടായത്. അതിലൊന്നാണ് PCKL എന്ന് പറഞ്ഞ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് എന്ന ഈ സ്ഥാപനം. പ്രതിസന്ധികൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് ഒന്ന് മെച്ചപ്പെടുത്തി നമുക്ക് മുമ്പോട്ട് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. ഈ രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോയാൽ വളരെ മെച്ചമായ രീതിയിലേക്ക് പോകാൻ പറ്റും. ചെയർമാനും ബോർഡ് മെമ്പർമാരും എല്ലാം കാണുമ്പോൾ